അപ്പം ഇന്ന് നമുക്ക് ആഹാരത്തിൻ്റെ കോമ്പിനേഷൻ, എന്താഹാരം കഴിക്കണം, എന്താഹാരം കഴിക്കണ്ട എന്നുള്ളതല്ല, ഏതൊക്കെ ആഹാരങ്ങൾ എന്തിനോടൊക്കെ ചേർത്ത് കഴിച്ചാൽ അത് ഏറ്റവും എളുപ്പം ദഹിക്കുന്ന തരത്തിൽ ആകും, എത്രത്തോളം പോഷണം ശരീരത്തിന് ലഭ്യമാകും, എത്രത്തോളം ആരോഗ്യക്കുറവ് ഇല്ലാതാകും. പലപ്പോഴും ആഹാരങ്ങൾ പലതും ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട്. അലോപ്പതിയിലും ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും എല്ലാറ്റിലും ഉണ്ട്. ഇപ്പോൾ ഒരു പ്രമേഹമുള്ള ഒരാൾ ഇന്ന ആഹാരങ്ങൾ കഴിക്കരുത്, കൊളസ്ട്രോൾ വന്നാൽ ഇന്ന ആഹാരങ്ങൾ കഴിക്കരുത്, ദഹനക്കേടുള്ളവർ ഈ പറഞ്ഞ ആഹാരങ്ങൾ കഴിക്കരുത്, തടി കൂടുതലുള്ളവർ ഈ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം, മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇത് പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ആസ്മയുള്ളവർ, സ്കിൻ ഡിസീസ് ഉള്ളവർ, അവർ ഇന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇന്ന ആഹാരങ്ങൾ കഴിക്കരുത്. അങ്ങനെ ആഹാരങ്ങൾ ഒരുപാട് നമ്മളിൽ നിന്നും വിട്ടുപോവുക എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ കുറേ ആഹാരങ്ങൾ നമുക്ക് ലിസ്റ്റ് തരും, ഇതൊന്നും പാടില്ല. അപ്പോൾ രോഗം തരുന്നതായി മാറുന്നു പല പല ഭക്ഷണങ്ങളും. എന്നാൽ ഈ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു രോഗവും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു തകരാറില്ലേ? ആഹാരത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ജീവനം നിർദ്ദേശിക്കുന്നത്, പ്രകൃതി ചികിത്സയിൽ പറയുന്നത്, എല്ലാ ആഹാരങ്ങളും വാസ്തവത്തിൽ മനുഷ്യന് കഴിക്കാവുന്നതാണ്. അത് ഇന്ന രോഗമുള്ള ഒരാൾക്ക് ഇന്ന ആഹാരം എന്ന് പറയുന്ന ഒരു കണക്കില്ല. പക്ഷെ ഏതൊരാഹാരവും അത് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് ശ്രദ്ധകൾ വേണം. അപ്പം ആ ശ്രദ്ധ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജീവനത്തിൽ ഒരു രോഗവുമായി ചികിത്സയ്ക്ക് വരുന്ന ഒരാളുടെ അടുത്ത് ഒരിക്കലും ഈ പറഞ്ഞ ആഹാരങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറയാറില്ല. ഇന്ന രോഗം ഉള്ളതുകൊണ്ട് ഇത് ഒഴിവാക്കണം എന്നൊരിക്കലും പറയാറില്ല. പകരം എല്ലാവർക്കും രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് ഒരു മനുഷ്യനും രോഗം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന ചില വസ്തുക്കളുണ്ടാവും. അപ്പം എല്ലാവരോടും പുകവലിക്കണ്ട എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സ ചെയ്യുന്നതുകൊണ്ട് പുകവലിക്കണ്ട എന്നല്ല, അത് ഏതൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ദോഷം ചെയ്യും. മൈദ കഴിക്കണ്ട എന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നതാണ്. പ്രകൃതി ചികിത്സ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗമുള്ളതുകൊണ്ട്, ഈ ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് മൈദ കഴിക്കണ്ട എന്നല്ല. അരുതുകൾ എല്ലാവർക്കും ഒന്നാണ്. കഴിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും കഴിക്കാവുന്നതുമാണ്. അപ്പം അങ്ങനെ എല്ലാം കഴിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനു മുൻപ് തന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ആഹാരത്തിൻ്റെ ഈ ചേരുവകളൊക്കെ നമ്മളിപ്പോൾ പഠിക്കേണ്ടി വരുന്നത്? പഴയ കാലത്ത് ഇത്രയും തലമുറകൾ, കോടിക്കണക്കിന് മനുഷ്യരിവിടെ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. ഇത്രയും കാലത്തെ തലമുറകൾക്കൊന്നും ഈ നിയമങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. അവരൊക്കെ കിട്ടുന്നതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഇത് ഇന്നതിനോട് ചേർത്താലേ ഗുണം ചെയ്യൂ എന്നുള്ളത് പഠിച്ചിട്ടൊന്നുമല്ല. എന്നിട്ടും അവർക്ക് ആഹാരം കൊണ്ട് വലിയ ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ഈ ഒരു 2-3 തലമുറയിൽ വരുന്നവർക്കാണ് ഭക്ഷണം രോഗമുണ്ടാക്കുന്നു എന്നുള്ളത് വളരെ തീവ്രത കൂടിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ മനസ്സിലാക്കണം, ഒരു 2-3 തലമുറ മുൻപ് ഉള്ള മനുഷ്യരും നമ്മളും തമ്മിൽ ചില കാര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കായിക അധ്വാനം നമുക്ക് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും കായിക അധ്വാനം കുറഞ്ഞു. പണ്ട് എല്ലാവരും കായിക അധ്വാനം ഉള്ളവരായിരുന്നു. കുറച്ച് തലമുറകൾ അങ്ങോട്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ശാരീരികമായിട്ട് എന്തെങ്കിലും അധ്വാനം അവർക്കുണ്ട്. രണ്ടാമത്തേത്, ഇന്നത്തെ മാനസിക പിരിമുറുക്കം പഴയ ആളുകൾക്കില്ല. പഴയ ആളുകളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കുള്ള യാതൊരു സൗകര്യവും പണ്ട് ഇല്ല. ഒരുപക്ഷെ നേരത്തിന് ആഹാരം പോലും ഇല്ല, കിടക്കാനുള്ള ഇടം പോലും ഉണ്ടാവില്ല. എന്തൊക്കെ ഇല്ലായ്മയിലും നമ്മുടേതുപോലെ ഒരു ഭയങ്കര നിരാശയും ആങ്സൈറ്റിയും അതുപോലെയുള്ള ഭയങ്കര തീവ്രത കൂടിയ മാനസിക പ്രശ്നങ്ങളോ ടെൻഷനുകളോ ഒന്നും അനുഭവിച്ചുകൊണ്ടല്ല പഴയ കാലത്തെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇല്ലായ്മയാണ് ഇന്നത്തെ യാഥാർത്ഥ്യം എന്ന് അംഗീകരിക്കാനുള്ള ഒരു മാനസിക ആരോഗ്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്കതില്ല. ഇന്ന് നമുക്കൊന്നും സമ്മതിക്കാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറല്ല. നമ്മുടെ ഭാവനയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏത് തരത്തിൽ മാറ്റം സംഭവിച്ചാലും എനിക്ക് പിരിമുറുക്കാണ്. പഴയ തലമുറകൾ അങ്ങനെയല്ല.
പ്രകൃതി നിശ്ചയപ്രകാരം എന്താണോ സംഭവിക്കുന്നത് അതിനെ ശരി എന്ന് അംഗീകരിക്കാനുള്ള, അതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുള്ള മാനസികാരോഗ്യം ഉണ്ടായിരുന്നു. ഇതാണ് പഴയവരും നമ്മളും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഇതുപോലെ ഉള്ള ഇപ്പോൾ നല്ല കൃഷിക്കാർ, പണിയെടുത്ത് ജീവിക്കുന്ന നല്ല കൃഷിക്കാർ ഈ പറയുന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരിക്കലും ഈ ആഹാരത്തിൻ്റെ കോമ്പിനേഷനും കൊണ്ട് ഞാൻ പോവില്ല. കാരണം അയാൾക്കത് ആവശ്യമില്ല. വെറുതെ വെള്ളച്ചോറും ഈ മുളക് ചാറും മീൻ ചാറും കൂട്ടി കഴിച്ചാലും അയാൾ ചിലപ്പോൾ 90 98 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചോളും. പക്ഷെ അങ്ങനെയല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അയാളുടെ അറിവോടെ അല്ലാതെ ആരോഗ്യക്കുറവുകൾക്കുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ അവിടെ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് കറക്ഷൻ വരുത്താവുന്ന ഇടങ്ങൾ വളരെ കുറവേ ഉള്ളൂ വാസ്തവത്തിൽ. അതിൽ ഒരു പ്രധാന ഏരിയയാണ് ഈ ആഹാരം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ഈ ആഹാരത്തിൻ്റെ ചേരുവ എന്നുള്ള ഒന്ന് അവതരിപ്പിക്കുന്നത്. എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ആഹാരവും എല്ലാ കാലത്തും എത്ര അളവിലാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും അളവിൽ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ ഒരു കമ്പൈനിങ് മെത്തേഡ് മനസ്സിലാക്കുകയാണെങ്കിൽ. ഇവിടെ നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റാർച്ച് കൂടുതലുള്ള ആഹാരങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ആഹാരങ്ങളായിട്ട് പറയുന്നത് അരിയും ഗോതമ്പും റാഗിയും പിന്നെന്താ തിനയും കിഴങ്ങ് വർഗ്ഗങ്ങൾ, കൊള്ളിക്കിഴങ്ങ്, ചേമ്പ്, ചേന, ഇതെല്ലാം അന്നജപ്രധാനമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അധികമുള്ള ആഹാരങ്ങളാണ്. ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നവയുമാണ്. പ്രമേഹമുള്ള ആൾക്കും തടിയുള്ള ഒരാൾക്കും വയറിന് പ്രശ്നമുള്ള ഒരാൾക്കും ഏതൊരാൾക്കും ഇതെല്ലാം കഴിക്കാവുന്നതാണ്. എങ്ങനെ കഴിക്കണം എന്നുള്ളതിലേക്ക് ഞാൻ വരാം. ഇനി രണ്ടാമത്തേതാണ് പ്രോട്ടീൻ അധികമുള്ള ആഹാരങ്ങൾ. അത് നോൺ വെജ് പ്രോട്ടീനും ഉണ്ട്, വെജിറ്റേറിയൻ പ്രോട്ടീനുകളും ഉണ്ട്. കടല, പയറ് തുടങ്ങിയിട്ടുള്ള എല്ലാ പയറുവർഗ്ഗങ്ങളിലും കൂടിയ അളവ് പ്രോട്ടീനുണ്ട്. മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയിട്ടുള്ള നോൺ വെജ് പ്രോട്ടീനുകളും നമുക്ക് ലഭ്യമാണ്. ഇതും ഏതൊരു മനുഷ്യനും വാസ്തവത്തിൽ കഴിക്കാവുന്നതാണ് പ്രോട്ടീൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി. ഇനി കൊഴുപ്പ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ അവിടെ എണ്ണകൾ, പിന്നെന്തൊക്കെയാണ്, അണ്ടിവർഗ്ഗങ്ങൾ, നട്ട്സൊക്കെ നല്ല ഫാറ്റിനെ പ്രദാനം ചെയ്യുന്നതാണ്. ഇനി ധാതു ലവണങ്ങൾ, വൈറ്റമിൻസും മിനറൽസും, അത് ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നാളികേരം, ഇതിലെല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. നമ്മൾ ഏതാണ്ട് സാധാരണ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാം നമുക്ക് കഴിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് പല രോഗങ്ങളിലും ഇത് പലതും ഒഴിവാക്കണം എന്ന് പറഞ്ഞു മാറ്റി വെക്കേണ്ടി വരുന്നത്? അപ്പോൾ അവിടെ രോഗം തരാത്ത ഒരു ആഹാര രീതിയാണ് പറയുന്നത്. എല്ലായ്പ്പോഴും സ്റ്റാർച്ചിനെ നമ്മൾ ഒരു പ്രധാന ആഹാരമായിട്ടാണ്, ഇപ്പോൾ മലയാളിയുടെ എടുക്കാം, മലയാളികളെല്ലായ്പ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാർച്ച് തന്നെയാണ് പ്രധാന ഭക്ഷണമായിട്ട് എടുക്കുന്നത്. ചോറ്, ചപ്പാത്തി, അല്ലെങ്കിൽ റാഗി, ഉള്ളിക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, പണ്ട് മുതലേ അങ്ങനെ തന്നെ. ഇനി ഇതേപടി വളരെ പ്രധാനപ്പെട്ട ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് എടുക്കേണ്ട ഒന്നാണ് വാസ്തവത്തിൽ പ്രോട്ടീൻ. നമ്മളെപ്പോഴും പ്രോട്ടീനെ ഒരു സൈഡ് ഡിഷായിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ചോറിനെ പോലെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണോ പ്രധാന ആഹാരമായിട്ട് എടുക്കുന്നത് അതേപടി പ്രധാനമായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണമായിട്ട് എടുക്കേണ്ടതാണ് പ്രോട്ടീൻ. കടല, പയറ്, മുതിര, മത്സ്യം, മാംസം, മുട്ട, ഇതിലേതെങ്കിലും ഒന്ന് ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി അണ്ടിവർഗ്ഗങ്ങൾ, പിന്നെ എണ്ണകൾ, ഇതെല്ലാം വാസ്തവത്തിൽ തനിച്ച് കഴിക്കേണ്ടവയല്ല, കൂട്ടത്തിൽ വൈറ്റമിൻസും മിനറൽസും ചേർത്ത് കഴിക്കേണ്ടവയാണ്. പക്ഷെ വളരെ ചെറിയ അളവ് വൈറ്റമിൻസും മിനറൽസ് എന്ന് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവ അണ്ടിവർഗ്ഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് വലിയ നിയമങ്ങൾ പറയാറില്ല. തനിച്ച് കഴിച്ചാലും വിരോധമില്ല. അപ്പം എങ്ങനെയാണ് ഈ സ്റ്റാർച്ച് കഴിക്കേണ്ടത്? പ്രധാന ആഹാരമായിട്ട് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ചോറോ ചപ്പാത്തിയോ ഏത് എടുത്താലും അതിനോടൊപ്പം കൂടെ വരേണ്ടത് വൈറ്റമിൻസും മിനറൽസും ധാരാളമുള്ള പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും നാളികേരവും ഒക്കെ ആയിരിക്കണം. അപ്പോൾ അന്നജത്തോടൊപ്പം വൈറ്റമിൻസും മിനറൽസും, പ്രോട്ടീൻ ഇല്ല. ഇനി പ്രോട്ടീൻ പ്രധാന ആഹാരമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ പ്രോട്ടീനോടൊപ്പവും ചേർന്ന് വരേണ്ടത്
വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ടുള്ള പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും നാളികേരവും ഒക്കെ ആയിരിക്കണം. ഒരു സമയത്ത് ഒന്നിലധികം സ്റ്റാർച്ചുകൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് കുറേ ടൈപ്പ് സ്റ്റാർച്ചുകൾ ഇപ്പോൾ പറഞ്ഞു, സ്റ്റാർച്ച് കിട്ടുന്ന പല ഭക്ഷണങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ശീലമാണ് കഞ്ഞിയും കപ്പയും സാധാരണ നമ്മൾ കഴിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞാൽ എന്താ, ഉരുളക്കിഴങ്ങ് കറിയാണ്. നമുക്ക് വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ അത്ര വരെ എത്തുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരി എന്ന് പറയുന്നതിലേക്കൊന്നും കുറുമക്കറി അധികം പോകാറില്ല. അപ്പോൾ അവിടെ ഒന്നിലധികം സ്റ്റാർച്ചാ വാസ്തവത്തിൽ അവിടെ വരുന്നത്. ഇത് ഇങ്ങനൊരു കോമ്പിനേഷൻ അപകടം ചെയ്യുന്നു എന്നല്ല പറയുന്നത്. എന്നാലും ശരീരത്തിന് ഏറ്റവും എളുപ്പത്തിൽ ദഹനമൊക്കെ വേഗത്തിൽ കഴിഞ്ഞ് ഒരുപാട് എനർജി ദഹനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും സ്പെൻഡ് ചെയ്യാതെ വളരെ വേഗത്തിൽ തന്നെ ദഹനവും അതിൻ്റെ അബ്സോർപ്ഷനും ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ. ഇപ്പം തനി പച്ചക്കറികൾ എന്ന് പറയാവുന്നത് ഈ കുമ്പളം, വെള്ളരി, മത്തൻ, പടവലം, പച്ചക്കായ, പച്ചപ്പയർ, മുരിങ്ങക്കായ, കൈപ്പയ്ക്ക, ഈ പറയുന്ന വെണ്ട, വഴുതന, ഇതെല്ലാം പച്ചക്കറികളാണ്. മറ്റേത് കിഴങ്ങുകളാണ് വാസ്തവത്തിൽ. ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കിഴങ്ങുകൾ, സ്റ്റാർച്ച് കൂടുതലുള്ളവയാണ്. പക്ഷെ നമ്മളെല്ലാം ഇപ്പോഴും കൂടുതലും ചോറിനോടൊപ്പം കിഴങ്ങുകളുണ്ട്, ചോറിനോടൊപ്പം പയറുവർഗ്ഗങ്ങളുണ്ട്, ചോറിനോടൊപ്പം മത്സ്യമാംസം, മുട്ട ആദിയായവയുണ്ട്. എല്ലാം ചോറോ ചപ്പാത്തിയോ നടുവിൽ വെച്ച് ബാക്കി എല്ലാറ്റിനെയും ചുറ്റും വയ്ക്കലാണ് സാധാരണ നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ളത്. പക്ഷെ ആ ശീലത്തിൽ നിന്നും ഈ ഒരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ, ഇപ്പോൾ ചോറും പച്ചക്കറികളും മാംസവും ഇപ്പോൾ ബീഫാണ് കഴിക്കുന്നതെങ്കിൽ ബീഫും വെജിറ്റബിൾസും, ചിക്കനാണെങ്കിൽ ചിക്കനും വെജിറ്റബിൾസും എന്ന രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ, അപ്പോൾ അതിൽ വെജിറ്റബിൾസ് കുക്ക് ചെയ്തതാവാം, ഇപ്പോൾ ഗ്രില്ല് ചെയ്ത വെജിറ്റബിൾസും ആവാം, സാലഡ്സ് ആയിട്ടും വെജിറ്റബിൾസ് കഴിക്കാം. നോൺ വെജ് പ്രോട്ടീനുകളിൽ അല്പം പോലും ഫൈബർ ഇല്ല, നാരിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് ദഹനം കഴിഞ്ഞിട്ട് കുടലിലൂടെ ഈ ഒരു ദഹിച്ച ഭക്ഷണവസ്തു ചലിക്കേണ്ടതുണ്ട്. ആ ചലനം കുടലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ചലനം കൃത്യമായിട്ട് നടത്താൻ ശരീരത്തിന് പറ്റായിക വരും, ഫൈബറിൻ്റെ അപര്യാപ്തത അവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഏത് ഫൈബർ ഇല്ലാത്ത ആഹാരം കഴിച്ചാലും കൂടുതൽ ഫൈബറുള്ള സാലഡ്സ് ഒക്കെ കഴിക്കണം എന്ന് പറയും. ഇപ്പോൾ പച്ചക്കറികൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചൂടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫൈബറുകൾ നശിച്ചു പോകുന്നുണ്ട് അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് സാലഡ് രൂപത്തിൽ തന്നെ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏത് നോൺ വെജ് പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും മിനിമം, 3 ഇരട്ടിയാണ് സാധാരണ പറയുക, 3/4 ഭാഗം വെജിറ്റബിൾസും 1/4 ഭാഗം പ്രോട്ടീനും. ഈ ഒരു രീതിയിലാണ് ഒരു നേരത്തെ ആഹാരമെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ ഇത്ര പോർഷനെ അല്ലെങ്കിൽ ഇപ്പോൾ 2 ലെഗ് പീസ് ചിക്കൻ്റെ എടുക്കാവൂ എന്നല്ല പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ 5 ലെഗ് പീസ് എടുത്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു 3 ഇരട്ടി വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും ഇപ്പം സെയിം ഏജ് ആയിട്ടുള്ള, സെയിം ഹൈറ്റ്, സെയിം വെയിറ്റ്, പിന്നെന്താണ്, ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരാൾക്ക് 10 പേർക്ക് ഒരേ കാലറി ആഹാരം നിർദ്ദേശിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പകരം അവരവരുടെ അധ്വാനം എത്രത്തോളം ഉണ്ട്, അവരവരുടെ ശരീരം എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ട്, അതിനനുസരിച്ച് മാത്രം ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിശ്ചയിക്കണം. വെള്ളം കുടിക്കുന്നത് പോലും അങ്ങനെയാണ്. ഒരാൾക്ക് 1 കിലോ ശരീരഭാരത്തിന് 40 ml വെള്ളം എന്നുള്ളതാണ് WHO കണക്ക് പറയുന്നത്. അതായത് ഒരു 50 കിലോ ഭാരമുള്ള ഒരാൾ 2 ലിറ്റർ വെള്ളം കുടിക്കുക, 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക. അപ്പോൾ അവിടെ ഈ കണക്ക് പറയുമ്പോഴും, ഇപ്പോൾ 75 കിലോ ഭാരം ഉണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോഴും അവിടെ അതിനൊരു വലിയ കൃത്യതയൊന്നുമില്ല. നല്ലോണം ഇപ്പോൾ മറ്റേ ടാറിടുന്ന പണി ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മരുഭൂമിയിൽ പണി ചെയ്യുന്ന ഒരാൾക്ക് ഈ കണക്ക് ബാധകമല്ല. അയാൾ അത്രത്തോളം ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്, അപ്പം അത്രത്തോളം കുടിച്ചോളണം. ഇനി ഇത്രയും 75 കിലോ ഉള്ള ഒരാൾ എയർ കണ്ടീഷൻഡ് റൂമിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇത്രയും വെള്ളം വേണ്ട, കാരണം വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം ഇല്ല. അപ്പോൾ ഈ പറയുന്ന കണക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 75 കിലോ ഉള്ള ഒരാൾക്ക് വിയർപ്പിലൂടെ, ശ്വസനത്തിലൂടെ, മലമൂത്ര വിസർജനത്തിലൂടെ എല്ലാം ഏകദേശം ഈ 3 ലിറ്ററോളം വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് തത്തുല്യമായിട്ടുള്ള ഒരളവ് നമ്മൾ കുടിക്കുക. ആഹാരം ഇതുപോലെയൊക്കെ തന്നെയാണ്. എത്രത്തോളം എനർജി നമ്മളിൽ നിന്നും നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കണം ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കേണ്ടത്. ഓക്കെ, ഇനി ഇപ്പോൾ ചോറും പച്ചക്കറികളും, അതായത് സ്റ്റാർച്ചും വെജിറ്റബിൾസും ആണ് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞു, പ്രോട്ടീനും വെജിറ്റബിൾസും ആണ് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ സ്റ്റാർച്ച് എല്ലായ്പ്പോഴും ഒരു ടൈമിൽ ഒരു സ്റ്റാർച്ച്, ഏതെങ്കിലും ഒരു സ്റ്റാർച്ചിൽ നിൽക്കുന്നതാണ് ഏറ്റവും ശരിയെന്ന് പറയുന്നു. പ്രോട്ടീൻ ആണെങ്കിലും
പല പല പ്രോട്ടീനുകൾ മിക്സ് ചെയ്യാതെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ അറ്റ് എ ടൈം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം പരമാവധി വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കണം. ഇനി ഏത് നോൺ വെജ് പ്രോട്ടീൻ കഴിക്കുമ്പോഴും അവിടെ റോ വെജിറ്റബിൾസിന് വലിയ പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഏത് പയറുവർഗ്ഗവും ഉപയോഗിക്കുമ്പോഴും, ഉണങ്ങിയ പയറുവർഗ്ഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉണങ്ങിയ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലാണ്. അത്രയും പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ അത്രയും പോരാ എന്നാണ് പറയുന്നത്, അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ദഹന വ്യവസ്ഥയുള്ളവരിലെല്ലാം എന്ത് സംഭവിക്കും, ഈ ഒരു ഭക്ഷണം പയറുവർഗ്ഗം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ. പലരും പറയില്ല എനിക്ക് പയറ് പറ്റില്ല, എനിക്ക് കടല സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ കടലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവരുടെ ശരീരത്തിന് ഇത് ഹെവി ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ കൂടിയ അളവ് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് ദഹനം എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. അതിനു വേണ്ടി എന്ത് ചെയ്യും, മുളപ്പിക്കും. ഒന്ന് മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നു, പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കുറയുന്നു, അതിനൊരു വെജിറ്റബിളിൻ്റെ ഒരു പച്ചക്കറിയുടെ സ്വഭാവം കൈവരുന്നു. അപ്പോൾ ദഹനം കുറേ കൂടി എളുപ്പമായി. പയറുവർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയാണോ ഫിഷും വെജിറ്റബിൾസും അല്ലെങ്കിൽ മീറ്റും വെജിറ്റബിൾസും കഴിച്ചത്, ഇതേ തരത്തിൽ പയറുവർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതൊരു ചെറുപയർ പുഴുക്കോ കടലപ്പുഴുക്കോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അതോടൊപ്പം പച്ചക്കറികൾ ചേർത്ത് കഴിക്കുക. ഇപ്പോൾ കുക്ക് ചെയ്തത് തന്നെ കഴിച്ചാലും കുഴപ്പമില്ല, റോ വെജിറ്റബിൾസ് അതോടൊപ്പം ഇല്ലെങ്കിലും അപകടങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ ആഹാരത്തിലുള്ളത് പഴങ്ങളാണ്. പഴങ്ങൾ എപ്പോഴും തനിച്ച് മാത്രം നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ഏതൊരു ആഹാരത്തേക്കാളും വേഗത്തിലാണ് പഴങ്ങളുടെ ദഹനം സംഭവിക്കുന്നത്. ഇപ്പോൾ സാധാരണ സ്റ്റാർച്ചൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിനിമം 2 മണിക്കൂറെങ്കിലും അത് ആമാശയത്തിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നു. കുറേ നേരം ഈ ദഹനരസവുമായിട്ടുള്ളൊരു മിക്സിങ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പഴങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴവർഗ്ഗങ്ങൾക്ക് വായിൽ വെച്ചിട്ട് ദഹനമില്ല, ആമാശയത്തിലും ദഹനമില്ല എന്ന് പറയുന്നു. കുടലിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വെച്ച് ദഹനം കഴിഞ്ഞു, അത് എളുപ്പം തന്നെ അതിൻ്റെ ദഹനവും വിഘടനവും കഴിഞ്ഞ് പോഷണങ്ങൾ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും. അപ്പം അത് അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ തീരും. അപ്പം ഇത്രയും എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ അധിക സമയമെടുത്ത് ദഹിക്കുന്ന ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കാതിരിക്കണം. അപ്പോൾ പഴങ്ങൾ ഏതൊരു ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിച്ചാലും വയറിന് സുഖകരമല്ല. പക്ഷേ പഴങ്ങൾ തനിച്ച് ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഒരാൾക്ക് കഴിക്കാം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ പ്രമേഹമുള്ളപ്പോൾ ചക്ക പാടില്ല, മാമ്പഴം പാടില്ല, വാഴപ്പഴങ്ങൾ, ഏത്തപ്പഴം പാടില്ല, അങ്ങനെയുള്ള കുറേ പഴങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരാറുണ്ട് സാധാരണ. പക്ഷേ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ടാണ് പഴങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. പക്ഷേ ആ പഴത്തിൻ്റെ ഒപ്പം അത് കഴിഞ്ഞ് നമ്മളൊരു കഷ്ണം ഇഡ്ഡലി കഴിച്ചാൽ പോലും ഈ ഒരു കോമ്പിനേഷൻ്റെ പ്രശ്നം കൊണ്ട് ബ്ലഡ് ഷുഗർ വളരെയധികം കണ്ട് ഉയരുന്നുണ്ട്. അതിൻ്റെ മീതൊരു ചായ കുടിച്ചാൽ പോലും പ്രശ്നമുണ്ട്, പച്ചവെള്ളം കുടിച്ചാൽ പോലും അവിടെ ഒരു ദഹനത്തിന് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് പഴങ്ങൾ. അടുത്തൊരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ് സ്റ്റാർച്ചും. 1/4 ഭാഗം സ്റ്റാർച്ചും 3/4 ഭാഗം കറികളും, പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും എല്ലാം ആവാം. ഇനി അടുത്തൊരു നേരം കഴിക്കാവുന്ന ആഹാരമാണ് ഒരു 1/4 ഭാഗം പ്രോട്ടീനും 3/4 ഭാഗം പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും വെജിറ്റബിൾ സാലഡുകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വിഭവം. ഇടനേരങ്ങളിൽ നേരത്തെ പറഞ്ഞ വിത്തുകൾ ഉപയോഗിക്കാം, സാലഡുകളിൽ എണ്ണകൾ ഉപയോഗിക്കാം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ ആഹാരങ്ങളിൽ നിന്നും കിട്ടും. വിത്തുകൾ, അണ്ടിവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ടുകൾ, ഇതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ ഡെയിലി കഴിക്കുന്ന വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ആഹാരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൽ ഒന്നും നമുക്ക് ഒഴിവാക്കേണ്ടതില്ല. ഇനിയുള്ളത് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. പാല് മനുഷ്യൻ്റെ ഒരു അത്യാവശ്യമുള്ള ആഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പാല് കുടിക്കാനായിട്ട് വലിയ കൊതിയുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഡെഫിഷ്യൻസി ഉള്ളവരുടെ അടുത്ത് പാല് കുടിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് കുറച്ച് കാലത്തേക്കെങ്കിലും. അങ്ങനെയുള്ളവർക്ക് ആ പാലിൻ്റെ ഗുണം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ആ പാല് വേറെ ഒന്നും ചേർക്കാതെ തനിച്ച് കഴിക്കുക. എങ്ങനെയാണോ പഴങ്ങൾ കഴിക്കുന്നത് അതുപോലെ പാല് കുടിക്കുക. പഴങ്ങളോടൊപ്പം മിനിമം നമുക്ക് തേനെങ്കിലും ചേർക്കാം. അതായത് മധുരത്തിനോട് ചേരുന്നതിൽ തെറ്റില്ല. പാലിൻ്റെ ഒപ്പം വേറെ യാതൊന്നും ചേർക്കാതെ കഴിക്കുന്ന ഒരവസ്ഥയിൽ പാല് കുടിക്കുന്നത് കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു ഗുണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിൽ മധുരം ചേർത്തു, മഞ്ഞൾ ചേർത്തു, ചുക്ക് ചേർത്തു, പലതും അല്ലെ പൊടികളൊക്കെ ചേർത്ത് കഴിക്കുമല്ലോ, പലതിലും ചേർത്ത് കുറുക്കി കഴിക്കുക.
പാലിൻ്റെ ഗുണം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ തനിച്ച് കുടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി പാലുൽപ്പന്നങ്ങൾ തൈര്, മോര്, വെണ്ണ, നെയ്യ് ഇതൊക്കെയാണ്. ഇതൊന്നും നിർബന്ധമുള്ളതല്ല. കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. തൈരും മോരും പുളിയില്ലാത്ത അവസ്ഥയിൽ കഴിക്കാം. ഇപ്പം നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ ആ തൈര് പുളിയില്ലാത്ത തൈരാണെങ്കിൽ അതും പച്ചക്കറികളും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്. അപ്പോൾ അതും ഒരു നേരത്തെ ഒരാഹാരം, ഇപ്പോൾ ഒരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്ത് കഴിക്കുന്നതാണ് നല്ലത്. വേറെ സ്റ്റാർച്ചുകളോടൊപ്പം ഒന്നും ചേർക്കാതെ. നമ്മൾ സാധാരണ തൈര് ചോറിൽ തന്നെയാണ് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴെങ്കിലും കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ സ്ഥിരമായിട്ട് നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. ഒരു തൈര് ഇതൊക്കെ ആരോഗ്യത്തിന് വേണ്ടി തന്നെ കഴിക്കുന്നു എന്ന തരത്തിലേക്ക് മാറണം. എല്ലാം നമ്മുടെ രുചി മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരീരം ഒരു രുചിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു തൽക്കാല സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ല ആഹാരം വേണമെന്ന് പറയുന്നത്. ശരീരത്തിന് അത് വെച്ചിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് എല്ലാ കാലത്തും. ജീവനുള്ളിടത്തോളം കാലം ഇതൊക്കെ നടത്തി പോകണം. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു തൈര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നല്ല കട്ടിയുള്ള തൈരിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് അതൊരു പ്രധാന ഭക്ഷണമായിട്ട് അത് കഴിക്കാം. മോരാണെങ്കിൽ ഇടനേരം എപ്പോഴെങ്കിലും പുളിയില്ലാത്ത മോര് സംഭാരം പോലെ കുടിക്കാം. ഇനി വെണ്ണ, നെയ്യ് ഇങ്ങനെയുള്ളത്. വെണ്ണ നമുക്ക് സാലഡ്സിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. നെയ്യ് കഴിക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന വെജിറ്റബിൾ സോട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതല്ല അതിലൊന്നും ചേർക്കാതെ തനിയെ കഴിക്കണമെങ്കിൽ നെയ്യ് ഒരു സ്പൂൺ കഴിച്ച് ഇത്തിരി ചൂടുവെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. ചൂടുവെള്ളത്തോടൊപ്പം ആയിരിക്കണം അത് കുടിക്കേണ്ടത്. ഇത്രയൊക്കെയാണ് സ്ഥിരമായിട്ടുള്ള നമ്മുടെ ആഹാരങ്ങൾ. ഇനി ഇതിലെന്തൊക്കെയാണ് സംശയങ്ങളുള്ളത്? ഈ ചേരുവകളിൽ പനീർ കഴിക്കാൻ ഇതൊന്നും നിർബന്ധമുള്ള ആഹാരങ്ങളല്ല. പനീർ കഴിക്കുന്നുണ്ടെങ്കിൽ അതും വാസ്തവത്തിൽ നല്ല പ്രോട്ടീനാണ് പ്രധാനമായിട്ട്. അപ്പോൾ അതിൽ വെജിറ്റബിൾസിൻ്റെ ഒപ്പമാണ് ചേർത്ത് കഴിക്കേണ്ടത്. ഗ്രിൽഡ് വെജിറ്റബിൾസും പനീറും എന്ന് പറയുന്നത് നല്ല ചേരുവയാണ്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ പനീർ കൊണ്ട് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർക്ക്, കഫത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ഇതൊക്കെ ഉള്ളവർക്ക് പനീറൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഗ്രിൽഡ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ സാലഡ്സിൻ്റെ ഒപ്പമാണ് ഈ പനീർ കഴിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിതിൽ ഒരാഹാരവും ഒഴിവാക്കാനായിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞില്ല. എന്നാലും 2-3 വസ്തുക്കളെ പറയുകയാണ്. കാരണം അത് നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ കുക്കിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുവന്ന മുളകാണ്. മുളക് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയും കുരുവും ദഹിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ദഹിക്കാത്ത വസ്തുക്കളെ മലവിസർജനത്തിലൂടെ പുറന്തള്ളുകയാണ് ശരീരം ചെയ്യുന്നത്. എന്നാൽ മുളക് പൊടി, ചതച്ച മുളക് ഇതൊന്നും കൃത്യമായിട്ട് പുറന്തള്ളി പോകുന്നില്ല. അത് നമ്മുടെ കുടലിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ളിൽ ഒറ്റിപ്പിടിച്ചിരിക്കുകയും നിരന്തരമായിട്ട് ഇത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ ദിവസത്തെ ആഹാരത്തിൽ നിന്നും ഈ പറയുന്ന ഒട്ടിപ്പിടിക്കൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വീക്കങ്ങൾ ഉണ്ടാക്കാൻ ഈ മുളക് പൊടി കാരണമായിരിക്കാം. അതുകൊണ്ട് ചുവന്ന മുളക് ഒഴിവാക്കി പകരം പച്ചമുളക്, കുരുമുളക് തുടങ്ങിയവ ഉപയോഗിക്കുക. പിന്നെ ഒഴിവാക്കേണ്ടത് വാളൻ പുളിയാണ്, കോൽപ്പുളി തനിയെ ഇപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കടിച്ച് തിന്നാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ അപകടമൊന്നും നമുക്ക് ഉണ്ടായിട്ടുമില്ല. പക്ഷേ കറികളിൽ ചേരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചോറിനോടൊപ്പം അങ്ങനെയൊക്കെയാണ് ഈ വാളൻപുളി അകത്താക്കുന്നത്. സ്റ്റാർച്ചിനുള്ള വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റാർച്ചിൻ്റെ ദഹനം 60% നടക്കുന്നത് വായിൽ വെച്ചാണ്. ഇപ്പോൾ ഒരു ഉരുള ചോറ് നമ്മൾ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമിനീരാണ് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉമിനീര് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഉമിനീരിലൊരു സലൈവറി അമൈലേസ് എന്ന് പറയുന്ന ഒരു ദഹനരസമാണ്, ഒരു വസ്തുവാണ് ഈ സ്റ്റാർച്ചിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പുളിയുടെ രൂക്ഷത കൂടിയിട്ടുള്ള പുളിയുടെ സാന്നിധ്യത്തിൽ ഈ സലൈവറി അമൈലേസ് നിർവീര്യമാകുന്നു, അല്ലെങ്കിൽ അത് ആക്ഷൻ നടക്കുന്നില്ല. എന്നാലും നമുക്ക് അപകടമൊന്നും സംഭവിക്കില്ല. വായിൽ വെച്ചിട്ട് ദഹിക്കില്ല എന്നേ ഉള്ളൂ. അകത്തെത്തിയതിന് ശേഷം ബാക്കി 40% അകത്തെത്തിയിട്ട് ദഹിക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ ബാക്കി 100% അകത്തെത്തിയതിന് ശേഷം ദഹിക്കേണ്ടി വരും എന്ന് മാത്രം. അപ്പോൾ അവിടെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഓവർലോഡ് ആണ്. അപ്പം നിരന്തരമാകുമ്പോൾ ഇത് സുഖകരമായിരിക്കില്ല. അപ്പം അതുകൊണ്ട് എല്ലാ പുളികളും, ഇത്തിരി തീവ്രത കൂടി എല്ലാ പുളികളും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലായ്പ്പോഴും ഇത്തിരി പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം മാങ്ങാപ്പുളിയോ ഉടംപുളിയോ ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് മാറ്റി പണിയേണ്ടതായിട്ട് വരും. അപ്പോൾ
ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് ഈ വാളൻപുളി എന്നുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. കൂടുതലും പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി അല്ലെങ്കിൽ നെല്ലിക്ക, വലിയ പുളിയില്ലാത്ത മാങ്ങ, ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചെറുനാരങ്ങ നീര്. പിന്നെ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന ഒന്നാണ് പരിപ്പ്. പരിപ്പിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം. കാരണം നേരത്തെ പറഞ്ഞു, പ്രോട്ടീൻ നല്ല അളവിലുള്ളതാണ് പയറുവർഗ്ഗങ്ങളെല്ലാം. അപ്പോൾ അതിൽ പെടുന്നതാണ് പരിപ്പ്. എല്ലാ പയറുവർഗ്ഗങ്ങളെയും നമുക്ക് മുളപ്പിക്കാം. നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം, മുളപ്പിച്ചില്ലെങ്കിൽ ദഹനത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വളരെ അസിഡിക്കാണ്. അപ്പോൾ അസിഡിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ അസിഡിറ്റിയാണ് കൂട്ടുന്നത്. അസിഡോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കാണ് എത്തുക. അങ്ങനെ ബ്ലഡിൻ്റെ അസിഡിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ നിരന്തരമായിട്ട് ഈ പരിപ്പ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് ആരോഗ്യകരമല്ല. ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ വരിക. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ആരോഗ്യം കുറയുമ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് കാണുന്നത്. ചെറുപ്പകാലങ്ങളിൽ ഇത് വലിയ പ്രകടമായിട്ട് കാണണമെന്നില്ല. ഏതെങ്കിലും വിധേന ഇത്തിരി വീക്കായി, അത് ഫിസിക്കലി വീക്കായി, നമ്മുടെ കാലാവസ്ഥ കൊണ്ടായിരിക്കാം, ജോലിയുടെ അധ്വാനം കൊണ്ടായിരിക്കാം, ഉറക്കക്കുറവ് കൊണ്ടായിരിക്കാം, ഇനി മാനസിക പിരിമുറുക്കം കൊണ്ടാവും. ഏത് തരത്തിൽ ആരോഗ്യം കുറഞ്ഞാലും ഇതുപോലെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും വളരെ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് നിത്യേനയുള്ള പരിപ്പിൻ്റെ ഉപയോഗം മാറ്റുക. നമ്മളൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി, ഒരു കൊഴുപ്പ് കിട്ടാനാണ് പ്രധാനമായിട്ട് ഈ പരിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇവിടെ ജീവനത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് മത്തങ്ങ ഉപയോഗിക്കും. മത്തങ്ങ വേവിച്ചുടച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പരിപ്പും ഇലയും എന്നുള്ള തരത്തിൽ മത്തങ്ങയും ഇലയും വെച്ചിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ളൊരു രുചിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ഓരോന്നിനും ഓൾട്ടർനേറ്റ് ആയിട്ടൊരു വഴി കണ്ടെത്തണം. എല്ലാറ്റിനും ഓൾട്ടർനേറ്റീവ്സും ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. ഓക്കെ. അപ്പം ഇനി ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക, അതുകൂടി ഒന്ന് പറയട്ടെ. കാരണം എല്ലാ ആഹാരത്തിനും ദഹനമുണ്ട്, വെള്ളത്തിന് ദഹനമില്ല. വെള്ളം ഇങ്ങനെ നമ്മൾ കുടിക്കുന്നു, അതിങ്ങനെ ഫുഡ് പൈപ്പിൽ കൂടെ ഒഴുകി പോകുന്ന വഴിയിൽ എവിടെയൊക്കെ വെച്ചിട്ടാണോ ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കേണ്ടത് അവിടെ വെച്ചിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ ഓരോ ഉരുള കഴിക്കുമ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വെള്ളം ഇടയ്ക്കിടെ കുടിക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന് ആഹാരം ഇത്രയും മണിക്കൂർ നമ്മുടെ ശ്രോമക്കിൽ ആമാശയത്തിൽ ഇരുന്ന് ദഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും നേരം വെള്ളം അവിടെ തങ്ങി നിൽക്കുന്നില്ല അത്രേ, വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ദഹനരസവും കുറേശ്ശെ ഒഴുകിപ്പോവും, അതും ലിക്വിഡ് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ദഹനരസം ഈ ഭക്ഷണത്തെ, നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിരുന്നോ അതിൻ്റെ അളവ് കുറയാം. ഇങ്ങനെ പറയും, ഒരു ആഹാരം വായിലൂടെ അകത്തേക്ക് എടുക്കുമ്പോൾ വായിൽ വെച്ച് ചവയ്ക്കുന്നുണ്ട്. എപ്പോഴും നന്നായി ചവച്ചരയ്ക്കാൻ പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. ഓരോ തവണ ചവയ്ക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് സെൻസ് ചെയ്യാനായിട്ട് പറ്റൂത്രേ, ഇത് ഇന്നതാണ്, ഇത് പ്രോട്ടീനാണ്, അല്ലെങ്കിൽ ഇത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് സെൻസ് ചെയ്യുകയും, ഇപ്പോൾ പ്രോട്ടീൻ അകത്തേക്ക് ചെല്ലുമ്പോൾ പ്രോട്ടീനെ ദഹിപ്പിക്കാനായിട്ട് ഏതൊക്കെ ഗ്യാസ്ട്രിക് ജ്യൂസുകൾ ഏതൊക്കെ അവയവങ്ങളിൽ നിന്ന് വരണം, ദഹനരസങ്ങൾ ഏതൊക്കെ അവയവങ്ങളിൽ നിന്ന് വരണം, ഇത് ആ അവയവങ്ങളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു ദഹനരസത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള നിർദ്ദേശം നമ്മുടെ ബ്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചവയ്ക്കലിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്ന ഓർഗൻ, ഇന്ന ദഹനരസം ഇത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൃത്യമായിട്ട് ബ്രെയിൻ കൊടുക്കുന്നു. വെള്ളം കുടിച്ചു, ഇത് ദഹനരസം കുറേശ്ശെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനം അവിടെ കൃത്യമായിട്ട് നടക്കുകയില്ല. അപ്പം നല്ലോണം ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കുന്ന ഏതൊരാളെ നോക്കിയാലും നന്നായിട്ട് ഇങ്ങനെ ബർപ്പ് ചെയ്യുന്നത് കാണാം. അങ്ങനെ ഒരു ദഹനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുപോലെ. പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ വല്ലാത്തൊരു ഗ്യാസിൻ്റെ ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ളം ആഹാരത്തോടൊപ്പം കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, വേഗത്തിൽ കഴിക്കുമ്പോൾ, സ്പീഡിൽ കഴിക്കുമ്പോൾ അത് വിഴുങ്ങി പോവാനായിട്ട് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നല്ലവണ്ണം എരിവും മസാലയും ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കൽ കുറച്ച് കൊണ്ടുവരാവൂ, അല്ലെങ്കിൽ നിർത്താവൂ. നമ്മൾ നല്ല എരിവുള്ള ആഹാരമൊക്കെ കഴിച്ചു, വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബലം പിടിച്ചിരിക്കലാവരുത്. അത് ശരീരത്തിന് കൂടിയ പീഡനമായിരിക്കും. അല്ലെങ്കിൽ സ്പീഡിൽ കഴിക്കുന്നു പക്ഷെ വെള്ളം കുടിക്കാൻ പാടില്ല, ദഹനം കേടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടിയ പീഡനമായിരിക്കും. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു രീതിയിൽ ഒരു മിതമായിട്ടുള്ള മസാലയും മിതമായിട്ടുള്ള എരിവൊക്കെ മാത്രം മതിയെന്ന് തീരുമാനിക്കണം. പിന്നെ പാകത്തിന് വെവ്വായിട്ടുള്ളതായിരിക്കണം. കുറച്ച് സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ കഴിക്കുന്നത് എന്താണെങ്കിലും അതിൻ്റെ മുഴുവൻ ഗുണവും ശരീരത്തിന് ലഭിക്കും.
ഇതാണ് ഫുഡ് കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത്. ചെറിയ ഗ്ലാസ് ത്രീ ലിറ്റർ കണക്കിലെടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ശരി ഇപ്പം എത്രത്തോളം വെള്ളം ഒരാൾ കുടിക്കണം എന്ന് ചോദിച്ചാൽ അയാളുടെ ദാഹം അനുസരിച്ച് കുടിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശരി. പക്ഷേ ആ ഒരു രീതിയിൽ കണ്ണും പൂട്ടി അങ്ങനെ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റാറില്ല. ദാഹം നമ്മൾ അറിയാറില്ല. മിക്കവാറും ആളുകൾ ഒരു പ്രത്യേക ജോലിയിലേക്ക് കയറിയാൽ പിന്നെ ദാഹമൊന്നും അറിയുന്നൊന്നുമില്ല, വിശപ്പ് പോലും അറിയുന്നില്ല. എത്രയോ മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാതിരിക്കും, അല്ലെങ്കിൽ എത്രയോ മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു സാഹചര്യം വരുമ്പോൾ, ഒരു സൗകര്യം വരുമ്പോൾ നമ്മളിത്തിരി കുടിച്ചു അല്ലെങ്കിൽ കഴിക്കൂ എന്ന് മാത്രം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂറിൽ ഒരു ചെറിയൊരു ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ഉപദ്രവമുള്ളതല്ല, നമുക്ക് കുടിക്കാനും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, അളവ് ചെറുതായതുകൊണ്ട്. അതായത് 1 മണിക്കൂർ എത്രയാണ്, ഒരാൾക്ക് ഒരു നേരം 3 കവിൾ വെള്ളം, അയാളുടെ ഫുൾ കവിൾ 3 കവിൾ വെള്ളം ആണ് ഒറ്റ സ്ട്രെച്ചിൽ അയാൾ കുടിക്കേണ്ടത് അത്രേ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ വെള്ളം അത്രയും ശരീരത്തിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാധാരണ വാട്ടർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ 3/4 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1 ലിറ്റർ 1.25 ലിറ്റർ വെള്ളമൊക്കെ ഒറ്റയടിക്ക് കുടിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വളരെ ആരോഗ്യക്കുറവുണ്ടാക്കും ഇത്. കാരണം ശരീരത്തിന് ഇതൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. എന്തോ ശരീരത്തെ വൃത്തിയാക്കുക, ബോഡി ക്ലെൻസിങ്, ഡീടോക്സിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എന്താ കുഞ്ഞല്ലേ അയ്യോ ഞാൻ പറഞ്ഞു മറന്നുപോയി. 3 കവിൾ വെള്ളം. ഈ 1.25 ലിറ്റർ വെള്ളം ഒരാൾ കുടിക്കുമ്പോൾ വാസ്തവം പറഞ്ഞാൽ അതിലെ 3 കവിൾ എന്ന് പറയാം. 3 കവിൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൻ്റെ ഉൾഭാഗത്തെ തൊലി, ആ തൊലി നനയാനുള്ള വെള്ളത്തിൻ്റെ അളവായിട്ടാണ് ഈ 3 കവിൾ എന്ന് പറയുന്നത്. അത്രയും വെള്ളമേ ഒരു ടൈമിൽ ശരീരം അബ്സോർബ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ യൂറിനായിട്ട് പോകണം. അപ്പോൾ അത്രയും അധികം വെള്ളം ഒരുമിച്ച് യൂറിനായിട്ട് പുറന്തള്ളുക എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസിന് ക്ഷീണമാണ്. അതും നിരന്തരമായിട്ട് ചെയ്യാൻ പാടുള്ളതല്ല. നമുക്ക് ഇപ്പോൾ ഇതൊരു ശീലമില്ലാത്ത ഒരാൾക്ക് ഒറ്റയടിക്ക് ഇത്രയും വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. പക്ഷെ നിരന്തരമായിട്ട് ശീലിപ്പിച്ച് ഇതും നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞ സഹന നിയമം നടപ്പിലാക്കും. പക്ഷെ സ്ഥിരമാവുന്നത് ഒരിക്കലും ശരീരം സമ്മതിക്കില്ല. കുറേ നാൾ കഴിയുമ്പോൾ അരുത് എന്ന് പറയും. ചിലർ മോഷൻ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നവരുണ്ട്. അപ്പോൾ അതും ഗുണകരമല്ല. പക്ഷേ അയാൾ നോക്കുമ്പോൾ ഇത് കുടിച്ചില്ലെങ്കിൽ എൻ്റെ മോഷൻ പോവില്ല, 4-5 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിച്ചാൽ നന്നായിട്ട് വൃത്തിയായിട്ട് വയറ്റിൽ നിന്ന് പോകും. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദഹനമൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് വൻകുടലിലെത്തി, വൻകുടൽ ഈ ബാക്കിയുള്ള ജലാംശത്തെ മുഴുവൻ വൻകുടൽ വലിച്ചെടുത്ത് എന്നിട്ടും ബാക്കിയുള്ളതിനെയാണ് വേസ്റ്റായിട്ട് പുറന്തള്ളേണ്ടത്. ഇത്രയധികം വെള്ളം കുടിച്ച് നിൽക്കുമ്പോൾ ഇത്രയധികം വെള്ളത്തെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ നമ്മുടെ കുടലിനാവില്ല. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തോട് കൂടിയിട്ട് എങ്ങനെയോ ഇതിനെ പുറത്തേക്ക് കളയുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അത്രേ. പക്ഷെ അതൊട്ടും ശരിയായിട്ടുള്ള കുടലിൻ്റെ മൂവ്മെൻറ്റിന് നല്ലതല്ല. ആ ഒരു നോർമലായിട്ടുള്ള മോഷൻ പിന്നെ നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാമത്. പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. ഇപ്പോൾ ഈ എന്താണ് അവണക്കെണ്ണ കുടിച്ച് വയറിളക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചില്ലേ. അവണക്കെണ്ണ കുടിച്ച് വയറിളക്കുമ്പോൾ ഒരിക്കലും അത് ശരീരത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കുടിച്ചു കഴിഞ്ഞാൽ അത്രയും ശരീരം അതിനെ വെറുക്കുന്നു. ഒന്നുകിൽ അതിനെ ചിലർക്ക് ഛർദ്ദിച്ച് കളയും, മിക്കവാറും ആളുകൾക്ക് മോഷനിലൂടെ കളയും. അത് അതിനെ വെറുക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും പുറന്തള്ളാനുള്ള ശ്രമം മാത്രമാണത്. അല്ലാതെ അതൊരിക്കലും നമ്മുടെ കുടലിനെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു വഴിയല്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് പോകുന്നത് കാണുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി അതിന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പക്ഷെ പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. പ്രകൃതി ഇതൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇത്രയും ശരീരം വെറുക്കുന്നു, ഒന്നകത്ത് ചെല്ലുന്നു, ഇത്രയും സ്ട്രെയിൻ എടുത്തുകൊണ്ട്. കാരണം ഇത് കഴിയുമ്പോഴേക്കും ക്ഷീണമുണ്ട്. നോർമൽ ഒരു മോഷൻ കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമില്ല. പക്ഷെ എന്താണ് ഇതുപോലെയുള്ള റിലാക്സൻറ്റുകൾ നല്ലതിനെന്താ പറയുന്നത്, ലാക്സേറ്റീവ്സ് കഴിക്കുമ്പോൾ ശരീരത്തിന് വലിയ ക്ഷീണമുണ്ട്. അത് കൂടിയ എനർജി എടുത്തിട്ട് വേണം ഈ ഒരു വൃത്തിയാക്കലിന് വിധേയമാക്കാൻ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇതൊക്കെ ഏതെങ്കിലും ഒരു എമർജൻസി ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക എന്നുള്ളതല്ലാതെ
നിരന്തരമായിട്ട് ഇതൊന്നും ഈ 1.5 ലിറ്റർ വെള്ളം കുടിക്കലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കലോ ഇതൊന്നും സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റരുത്.